അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ടവരെ, കണ്ണ് നനയാതെ ഹൃദയം നോവാതെ നമുക്ക് ഈ വീഡിയോ കണ്ടു തീർക്കുവാൻ കഴിയില്ല. മുഹമ്മദ് അലി എന്ന് പറയുന്ന ഒരു സാധാരണക്കാരൻ്റെ കഥയാണിത്. പണ്ഡിതനല്ല, അറിയപ്പെട്ട ഒരു വ്യക്തിയല്ല. പക്ഷേ അദ്ദേഹം മരണപ്പെട്ട ആ രംഗം, അദ്ദേഹം ജീവിച്ച ചില നിമിഷങ്ങൾ, അതൊക്കെ ഹൃദയത്തിൽ വല്ലാതെ അടയാളപ്പെട്ടു പോകും. സുബഹി നമസ്കാരം ഖളാ ആകുമെന്ന് വിചാരിച്ച് പള്ളിയുടെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് വഴിതടസ്സമുണ്ടാക്കി ലോറി പാർക്ക് ചെയ്ത ഒരു ഡ്രൈവറാണ് പ്രിയപ്പെട്ട മുഹമ്മദ് അലി. ആ പാർക്ക് ചെയ്തതിൻ്റെ ഉദ്ദേശം പോലും അള്ളാഹുവിനോടുള്ള ആ ഒരു സൂക്ഷ്മതയാണ്. ആ ഒരു സൂക്ഷ്മത അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം ഒരുപാട് ആളുകളുടെ ദുആ കിട്ടാൻ കാരണമായി. അദ്ദേഹം ചില ആളുകളുടെ മനസ്സിലെന്നും ജീവിക്കുന്നുണ്ട്. ഒരുപാട് ആളുകൾക്ക് ഒരുപാട് അനുഭവങ്ങൾ പറയുവാനുണ്ട്, പങ്കുവെക്കുവാനുണ്ട്. പ്രിയപ്പെട്ട ആ മുഹമ്മദ് അലി എന്ന് പറയുന്ന സഹോദരൻ്റെ ഖബറിടം അല്ലാഹു തആല വിശാലമാക്കി കൊടുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട്, അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്തുകൊണ്ട് നമുക്ക് ഈ വീഡിയോയിലോട്ട് കടക്കാം. ഈ ഉസ്താദിൻ്റെ ഹൃദയം പൊട്ടുന്ന, അവരോട് ചേർന്ന് നടന്ന ഒരു മനുഷ്യൻ, ഈ കഥാപാത്രം നമ്മളാണെന്ന് ചിന്തിച്ചുകൊണ്ട് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കും. നമ്മുടെ ഹൃദയം സത്യം പറഞ്ഞാൽ പൊട്ടിപ്പോകും, കണ്ണ് നനഞ്ഞു പോകും. കാരണം നമ്മളൊക്കെ മനസ്സാക്ഷിയുള്ള മനുഷ്യന്മാരായതുകൊണ്ട്. ഈ ഹൃദയം വല്ലാതെ നൊമ്പരപ്പെടുത്തിയ ഒരു വീഡിയോ ആണ് നമ്മുടെ അൻസാരി സോരി ഉസ്താദ് പങ്കുവച്ച അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളുമായിരുന്ന സംഭാഷണം നടത്തുന്ന ആ ഒരു രംഗം. പടച്ചോനെ, നമ്മളൊക്കെ ചിന്തിക്കേണ്ടതാണ്. നാളെ ഞാനും നിങ്ങളുമൊക്കെ മരിക്കുമ്പോൾ നമ്മളെപ്പറ്റി ഇങ്ങനെയൊക്കെ പറയാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടാകുമോ? വല്ലാത്തൊരു ഫീലിംഗ് ആണ്. ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ മുതലൊരു പിടപ്പാണ് നെഞ്ചിന്. നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്. കുറേ നേരം കണ്ണടച്ചിരുന്ന് ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഈ വീഡിയോ ഒന്ന് കാണണേ. എല്ലാവരും ഇത് മിസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ വലിയ നഷ്ടമാണ്. കാരണം ഈ ചരിത്രം, ഈ കഥ നമ്മൾ അറിയേണ്ടതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തുക. അങ്ങനെ മനസ്സിലാക്കുക. നമ്മൾ സുബഹിക്ക് നമ്മളിപ്പം ജമാഅത്തിന് പോയ ഒരു ജമാഅത്തിൽ പങ്കെടുക്കണമെന്നൊരു നീയത്തിൽ നമ്മൾ കടക്കുകയും നമ്മൾ ജമാഅത്തിൽ പോവുകയും ചെയ്യുമ്പോൾ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത സുബഹിയുടെ ജമാഅത്തുമായി ബന്ധപ്പെട്ടൊരു ഓർമ്മ, അത് നമ്മൾ രാവിലെ അത് പറയാമെന്ന് പറഞ്ഞു. മണ്ണുത്തി പള്ളിയിൽ ഒരിക്കൽ പിന്നെ തഹജുദിൻ്റെ സമയത്ത് തഹജുദ് നിസ്കരിക്കാൻ അവിടെ കുറച്ച് ആൾക്കാരൊക്കെ യൂണിവേഴ്സിറ്റിയിൽ നമ്മുടെ നാട്ടിൽ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ വരും. അപ്പോൾ ഇവർ വരുന്ന സമയത്ത് മണ്ണുത്തി പള്ളിയിൽ അൻസാരി ഉസ്താദിനെ അറിയാമല്ലോ, ഒരു ഗേറ്റേ ഉള്ളൂ മനസ്സിലാക്കുക. അപ്പോൾ ഈ ഒരു ഗേറ്റിൽ ഒരു ഏഷ്യറിൻ്റെ ലോറി ഒരിക്കൽ ഈ തഹജുദിൻ്റെ സമയത്ത് ബാഗ് എടുത്ത് പാർക്ക് ചെയ്തിരിക്കും. അപ്പോൾ വരുന്ന ആൾക്കാർക്ക് കയറാൻ പറ്റില്ല. പിന്നെ വേറെ വഴിയില്ല കയറാൻ വേണ്ടിയിട്ട്. ഏഷ്യറിൻ്റെ ലോറി എന്ന് വെച്ചാൽ പച്ചക്കറിയൊക്കെ കൊണ്ടുവന്ന ലോറി ഉണ്ടല്ലോ. അപ്പോൾ അവർ ലോറിയുടെ 4 വാർഡും കിടന്ന് നോക്കി എങ്ങനെ കയറാൻ പറ്റുമത്. അപ്പോൾ ഒരാൾ നോക്കുമ്പോൾ ക്യാബിൽ ഡ്രൈവർ കിടന്ന് ഉറങ്ങുന്നു. അപ്പം അദ്ദേഹത്തെ വിളിച്ചുണർത്തി, ഈ ഡ്രൈവറെ വിളിച്ചുണർത്തി. എന്തോ വണ്ടി എടുത്ത് മാറ്റി, പള്ളിയുടെ മുന്നിൽ ഇങ്ങനെ വണ്ടി പാർക്ക് ചെയ്ത് എന്തോ ചോദിച്ചു. അപ്പോൾ ഡ്രൈവറെ പെട്ടെന്ന് വണ്ടി എടുത്ത് മാറ്റി. പിറ്റേ ദിവസം ഇതേ സമയത്ത് അവർ പള്ളി വന്നപ്പം ഇതേ വാഹനം അതേപോലെ തന്നെ പാർക്ക് ചെയ്തിരിക്കുന്നു അവിടെ, അതേ വണ്ടി. അപ്പം ഇവർക്ക് പിന്നെ പെട്ടെന്ന് ഇന്നലെയും പാർക്ക് ചെയ്തു, ഇന്നും പാർക്ക് ചെയ്തു, അക്ഷമരായത്. പെട്ടെന്ന് വിളിച്ച് ഇന്നലെ എന്താ സംഭവം എന്നൊക്കെയുള്ള രീതിയിൽ ചോദിച്ചു. ആ ഡ്രൈവർ ഒന്നും മിണ്ടില്ല, വണ്ടി എടുത്ത് മാറ്റി. അങ്ങനെ ആ സംഭവം അവിടെ അവസാനിച്ചു. അങ്ങനെ മോദിൻ ഉസ്താദ് വന്നിട്ട് എന്നോട് ഇതുപോലെ ഇങ്ങനെ ഒരു സംഭവം ഉസ്താദ് സുബഹിക്ക് ഉണ്ടായി എന്ന് പറഞ്ഞു. ദുഹറിൻ്റെ സമയമായപ്പം ഈ മോദിൻ ഉസ്താദ് എന്നോട് വന്നിട്ട് പറഞ്ഞു, ഉസ്താദ് ഇന്ന് സുബഹിക്ക് ഏഷ്യറിൻ്റെ ലോറി പാർക്ക് ചെയ്തില്ല, ആ ലോറി ഡ്രൈവർ ലുഹറിൻ്റെ ജമാഅത്തിൽ പങ്കെടുക്കാൻ പള്ളിയിൽ ഇരിപ്പുണ്ട് എന്ന് പറഞ്ഞു. ആ പയ്യൻ അപ്പം നിസ്കാരം കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ വിളിച്ചു, റൂമിലേക്ക് വന്നു. ഒരു ശാന്തനായ ഒരു പയ്യൻ, ഏകദേശം ഒരു 30 വയസ്സ് പ്രായം കാണും, കയറി വന്നു. ചോദിച്ചു, എവിടെ എന്താ സംഭവം, രാവിലെ എന്തൊക്കെയോ സംഭവം ഉണ്ടായെന്ന് പറയുന്നിട്ടില്ല, എന്താ സംഭവം? ഓ സാർ, ഞാൻ ഇരുന്നോട്ടെ എന്ന് ചോദിച്ചു റൂമിൽ. അപ്പോൾ ഇരിക്കാൻ പറഞ്ഞു. സാർ, എൻ്റെ പേര് മുഹമ്മദ് അലി എന്നാണ്. എൻ്റെ വീട് പാലക്കാട് ജില്ലയിലെ കുഴൽമന്നം എന്ന് പറയുന്ന സ്ഥലത്താണ്. ഞാൻ കർണാടക സ്റ്റേറ്റിലെ ഹൊസൂരിൽ നിന്ന്, കർണാടകത്തിൽ നിന്ന് ഹൊസൂർ എന്ന് പറയുന്ന സ്ഥലം, അവിടുന്ന് പച്ചക്കറി തൃശ്ശൂർ ശക്തൻ സ്റ്റാൻഡിൽ പച്ചക്കറി കൊണ്ടുവരുന്ന ലോറിയിലെ ഡ്രൈവറാണ് ഞാൻ. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഉച്ചയ്ക്ക് 2:30 വണ്ടി എടുക്കുന്നത്. അപ്പോൾ ടൈം ടു ടൈമാണ്, ആ ടൈമിൽ ഇവിടെ എത്തണം. 3:30 ടൈം ആകുമ്പോൾ അർദ്ധരാത്രിയിൽ ഇവിടെ എത്തണം. അപ്പോൾ ടൈമിൽ എത്തിയില്ലെങ്കിൽ ഈ പച്ചക്കറിയുടെ വില ഇടിയാക്കുന്ന പ്രശ്നമുണ്ട്. അപ്പം ഈ 3:30 വണ്ടി ഓടിച്ച് ഭയങ്കര ക്ഷീണിതനായി പിന്നെ പോയി കിടന്നുറങ്ങിയാൽ ആന കുത്തിയാൽ പോലും അറിയത്തില്ല ഉസ്താദേ. ഭൂമി കിടന്നുറങ്ങിപ്പം സുബഹിക്ക് കിട്ടുന്നില്ല, സുബഹി ഖളായി പോകുന്നു, ജമാഅത്തിൽ പങ്കെടുക്കാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ അവനോട് പറഞ്ഞിട്ട്
അതൊക്കെ ഈ പള്ളിയുടെ ഫ്രണ്ടിൽ, മണ്ണുത്തി പള്ളിയുടെ അറിയാലോ, ആ റോഡ് സൈഡിൽ വണ്ടി ഇങ്ങനെ നീളത്തിൽ പാർക്ക് ചെയ്യുക. നീ നീളത്തിൽ പാർക്ക് ചെയ്തൂടെ? നീ എന്തിന് ഗേറ്റ് ബ്ലോക്ക് ചെയ്ത് പാർക്ക് ചെയ്തത്? ആൾക്കാർക്ക് ബുദ്ധിമുട്ടാക്കിയത് എന്താ? അപ്പോൾ ഉത്സാഹം ഞാൻ 2-3 ദിവസം അങ്ങനെ പാർക്ക് ചെയ്ത് നോക്കി. പക്ഷേ അപ്പോഴും ഈ പള്ളിയുടെ ബാങ്കുവിളി കേട്ടിട്ട് എനിക്ക് കൊണ്ടുവരാൻ പറ്റുന്നില്ല. ഈ ഗേറ്റ് ബ്ലോക്ക് ചെയ്ത് പാർക്ക് ചെയ്താൽ ഇവർക്ക് കയറാൻ പറ്റാതെ വരുമ്പം അവരെന്നെ വിളിച്ചുണർത്തുമല്ലോ. എനിക്ക് ഭയങ്കര ഫീലിംഗ് ആയി യൂനിസിക്ക. ഞാൻ പിന്നെ പള്ളി കമ്മിറ്റിയായിട്ട് ബന്ധപ്പെട്ട്, മണ്ണിതി അറിയാമല്ലോ, അവരൊക്കെ ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങൾക്കൊക്കെ ഭയങ്കരമായി സഹകരിക്കുകയും ബന്ധപ്പെടുകയൊക്കെ ചെയ്യും. അവരുമായിട്ട് ബന്ധപ്പെട്ട് പള്ളിയിൽ കിടത്തി അവനെ. പിന്നെ അവൻ പള്ളിയിലാണ് ഞങ്ങളുടെ കൂടെ ഭക്ഷണം കഴിക്കാനും പോകാനും ഒക്കെ ഭയങ്കര, നമ്മുടെ പള്ളിയിൽ തന്നെ ഒരു നമ്മുടെ കൂടെ ജീവിക്കുന്ന ഒരാളായി മാറിയത്. ഒരിക്കലും അവന്, ഞാൻ നാട്ടിൽ പോയി, ജുമാ കഴിഞ്ഞിട്ട് നാട്ടിൽ പോയപ്പോൾ ഒരു ഞായറാഴ്ച മോദിൻ ഉസ്താദ് രാവിലെ എന്നെ വിളിച്ചിട്ട് പറയാം, ഉസ്താദ് എന്താ പത്രം നോക്കാം, ഒരു ആക്സിഡൻറ്റ് വാർത്ത പത്രത്തിൽ കൊണ്ടുവന്നു. അപ്പോൾ അവൻ വാട്സാപ്പിൽ എനിക്ക് അയച്ചു തന്നു. അപ്പം ഞാൻ നോക്കുമ്പം സേലത്ത് വെച്ചിട്ട് ഒരു വണ്ടി ആക്സിഡൻറ്റിൽ മുഹമ്മദ് അലി എന്ന പേര്, മുഹമ്മദ് അലി മരണപ്പെട്ടു. നല്ല നമുക്കൊരു, നമ്മുടെ പ്രിയപ്പെട്ടവർ മരിക്കുമ്പോൾ നമുക്ക് മാനസികമായി ഉണ്ടാകുന്ന ഒരു ആഘാതമില്ല, അതേപോലെ ഭയങ്കര ആഘാതം. ഞാൻ അവിടെ നിന്ന് തിരിച്ച് വീട്ടിൽ വന്നു, പള്ളിയിൽ വന്നു, വീട്ടിൽ നിന്ന് പള്ളിയിൽ വന്ന് നമ്മൾ സുഹൃത്തുക്കളെല്ലാവരും കൂടെ, ഉസ്താദ്മാരും മഹല്ല് ഭാരവാഹികളും ഞങ്ങളെല്ലാവരും കൂടെ ഒരു വീട് അന്വേഷിച്ചു പോയി. അപ്പോൾ ഇത്രയും നാളത്തെ പള്ളിയിൽ താമസവും പള്ളിയായിട്ട് ബന്ധപ്പെട്ട് അവിടെ ചിരപരിചിതനായി, എല്ലാവരുമായിട്ട് നല്ല ബന്ധമായി, നല്ല സുഹൃത്തായി, നല്ല വിനയം, പക്വത, താഴ്മ, നല്ല രസമാണ്. അങ്ങനെ ഇവന് വീട് അന്വേഷിച്ചു പോയി. അന്വേഷിച്ചു പോയപ്പം ഈ കുഴൽമന്നത്തിൽ എന്നിട്ട് ഇങ്ങനെ ഒരാളെ ചോദിച്ചിട്ട് ആർക്കും അറിയില്ല. അപ്പോൾ ഞങ്ങൾ കുറേ നേരം ഇവിടെ നിന്നപ്പോൾ ഒരാളെന്ന് വെച്ച് എന്താ ഇവിടെ നിൽക്കുന്നത്? അപ്പം ഇതിൻ്റെ ഒരു ആക്സിഡൻറ്റ് മരണം സംഭവിച്ച് ആ വീട്ടിൽ വന്നതാണ്. അപ്പോൾ തോലന്നൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു മരണം നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ തോലന്നൂരിലേക്ക് പോയി. ഞങ്ങൾ അന്വേഷിച്ചൊരു വീട്ടിൽ ചെന്നപ്പോൾ ചെറിയൊരു വീട്, ആ വീട്ടിൽ ഒരു പ്രായമായ ഒരു ഉമ്മ വിളിക്കുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെ ചോദിച്ചു, മുഹമ്മദ് അലിയുടെ വീടാണോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അപ്പോൾ ഉമ്മ കരഞ്ഞ്, നമുക്ക് മനസ്സിലായി. അപ്പോൾ ഞങ്ങൾ കയറിയത് ചെറിയൊരു വീട്. അവിടെ അവൻ്റെ വല്യമ്മയുണ്ട്, അവൻ്റെ ഉമ്മയുണ്ട്, അവൻ്റെ ഉമ്മയുടെ ജ്യേഷ്ഠത്തിയുണ്ട്, ഭാര്യ, ഇത്രയും പേര് വിധവകളാണ്. അപ്പം അത്രയും പ്രാരാബ്ധ ജുമാപ്പ മരണപ്പെട്ട. അപ്പോൾ ഒരു ദിവസം മണ്ണുത്തിപ്പള്ളിയുടെ പെയിൻ്റ് അടിക്ക് വേണ്ടിയിട്ട് ഒരിക്കലും ജുമായ്ക്ക് ഇങ്ങനെ സഹായം നടത്തുന്ന വെച്ചപ്പോഴേ അന്വേഷിച്ച പുസ്തകം ആദ്യം 10-100 നോട്ട് എൻ്റെ കയ്യിലെടുത്ത് 1000 രൂപ എൻ്റെ സംഭാവനയായിരിക്കും ഉസ്താദ് ആദ്യം. അപ്പം ഞാൻ അന്നേരം വിചാരിച്ചേ ഇവന് അത്യാവശ്യം സാമ്പത്തിക ഭദ്രതയുള്ള വീട്ടിലെ ആയിരിക്കുന്നു. പക്ഷേ അവൻ്റെ ജീവിത പ്രാരാബ്ദങ്ങൾക്കിടയിലൂടെ അവൻ ഓടുമ്പോഴും അവൻ്റെ ചുറ്റുവട്ടത്ത് നടക്കുന്ന കാര്യങ്ങൾക്ക് കാതോർക്കുകയും പള്ളിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ബന്ധപ്പെടുകയും, അങ്ങനെ ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ദുആ ചെയ്യും. നമ്മൾ ചില പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള ദുആ ചെയ്യുമ്പോൾ നമ്മുടെ ഹൃദയം തുറന്ന് ദുആ ചെയ്യുന്ന ചില നേരങ്ങളുണ്ടാകും. ചില മനുഷ്യരുടെ ഈമാനികമായ ജീവിതം നമ്മളെ സ്വാധീനിക്കുമ്പോൾ അവർക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യും. അവൻ്റെ ഖബറിൽ പോയി ഞങ്ങൾ അവൻ്റെ ഖബറിൽ പോയി ഞങ്ങൾ ഉസ്താദന്മാരും മഹല്ല് ഭാരവാഹികളോട് ദുആ ചെയ്തപ്പോൾ ആ നാട്ടുകാർക്ക് ഇത്രയും ഉസ്താദന്മാർ വന്ന് ദുആ ചെയ്യേണ്ട ഒരു ഖബറല്ല എന്നുള്ള വിചാരമാണ് അവർക്ക് ഭൂതകാലം അങ്ങനെയായിരുന്നു. അവർക്ക് അങ്ങനെ ഒരു ഉസ്താദന്മാരോട്ട് ബന്ധപ്പെടുന്ന ഒരു ജീവിത രീതി ആയിരുന്നില്ല ഉമ്മാലിയുടെ. അങ്ങനെ ഞങ്ങൾ ദുആ കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ അവർ ഞങ്ങൾ ഇങ്ങനെയാണ് ഉമ്മാലിയെ പരിചയം. ഞങ്ങളുടെ പള്ളിയിലെ ആളായിരുന്നു, ഞങ്ങൾ അത്രയും ഞങ്ങളെ സ്വാധീനിച്ച മനുഷ്യനാണ്. അവർക്കൊക്കെ അതിശയമായിരുന്നു ഈ മുമാലി. പിന്നെ മുമാലിയുടെ ജീവിതം, മുമാലി എന്നോട് പറഞ്ഞു, ഫാത്തിഹ സൂറത്ത് പോലും എനിക്ക് ഉസ്താദ് നോക്കി ഓതാൻ അറിയത്തില്ല, കേട്ട് പഠിച്ചതാണ്. മരണപ്പെടുന്നതിന് മുമ്പ് എൻ്റെ ഒരു പെൺഡ്രൈവ് വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ ഞാൻ ഹുസൂരിൽ നിന്ന് യാത്ര തിരിച്ച് ഇങ്ങോട്ട് വരുമ്പോഴേ കൂടെയുള്ളവരൊക്കെ ആവശ്യമില്ലാത്ത പാട്ടുകളും മറ്റു കാര്യങ്ങളൊക്കെ, അപ്പോൾ എനിക്ക് കൂടുതൽ എൽമ പഠിക്കാനുള്ള ഒരു അവസരമായിട്ട് ഞാൻ അത് ഉപയോഗിക്കും. അപ്പം മൂപ്പരുടെ ജീവിതത്തിൽ ഇതിനൊരു മാറ്റം ഉണ്ടായത്. മൂപ്പര് എന്നോട് പറഞ്ഞു, അബ്ദുൽ നാസർ നിങ്ങളുടെ പ്രസംഗം കേട്ടിട്ടാണ് എൻ്റെ ജീവിതത്തിലൊരു മാറ്റം ഉണ്ടായത്. അപ്പം ഈ പെൺഡ്രൈവിൽ ഉസ്താദ് മദനി ഉസ്താദിൻ്റെ പ്രസംഗവും റസൂലുള്ളാഹിൻ്റെ മദ്ഹ് പാട്ടുകളും കയറ്റിത്തരണമെന്ന് എന്നെ ഏൽപ്പിച്ചിട്ടാണ് പോകാൻ. ഈ പെൺഡ്രൈവുമായിട്ടാണ് തിരിച്ച് ആ വീട്ടിലേക്ക് ഞങ്ങൾ പോകാൻ, തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. അപ്പം പിന്നീട് അവൻ്റെ ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് ക്ലാസ് എടുക്കാനും പിന്നെ പ്രസംഗിക്കാനൊക്കെ പോകുമ്പോഴും ഒരു പഠന ക്ലാസ് എടുക്കാനും നിസ്കാരത്തിൻ്റെ ജമാഅത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഈ മുഹമ്മദിയുടെ കാര്യം പറയാതൊരു സദസ്സും നമ്മുടെ ജീവിതത്തിൽ പിന്നീട് കടന്നു പോയിട്ടില്ല. നമ്മൾ ഇതിപ്പം സഹാബാക്കളുടെ കഥയോ ഇമാമിങ്ങളുടെ കഥയോ സാലിഹ്യങ്ങളുടെ ഔലിയാക്കളുടെ കഥയല്ല, നമ്മുടെ ചുറ്റുവട്ടത്ത് ജീവിച്ച പച്ചയായ മനുഷ്യൻ്റെ, നമ്മളെപ്പോലെ വികാരങ്ങളും സ്വപ്നങ്ങളും നമ്മളെക്കാളേറെ പ്രാരാബ്ധങ്ങളുള്ള ജീവിതത്തിൽ കടന്നു പോകേണ്ടി വന്നിട്ടും ദീനിനെ മുറുകെ പിടിക്കാനും ജമാഅത്ത് നിസ്കാരത്തെ സ്നേഹിക്കാനും നമ്മളിപ്പോൾ ഒരു സുബൈ ബാങ്ക് കേൾക്കുമ്പോൾ മുമാലിയെ നമ്മുടെ ഓർമ്മയിലേക്ക് വരും. ഇന്നും മുമാലിയുടെ ഓർമ്മകൾ നമ്മൾ പെട്ടെന്ന് പ്രധാനപ്പെട്ട സ്റ്റൂഡിയോ ഉണ്ട്. അതായത്
ഖുർആൻ പറഞ്ഞ പോലെ നിങ്ങൾ എന്നെ ഓർത്താൽ ഞാൻ നിങ്ങളെ ഓർക്കുമെന്ന് പറഞ്ഞാല് ഈ മണിക്കൂറിൽ ഈ പ്രഭാതത്തിൽ നമ്മൾ ഒമാനിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നു. ഒമാനി ഒരു വലിയ ഒരു ഗ്രന്ഥം രചിച്ച രചയിതാവോ ഒരു സ്വാത്വികനായ പണ്ഡിതനല്ല, തനിനാടൻ പച്ച മനുഷ്യനെ കുറിച്ച് നമ്മൾ ഈ മണിക്കൂറിൽ പ്രഭാതത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ടെങ്കിൽ അവൻ അള്ളാഹുവിനെ ഓർത്തുന്നുണ്ട്. അക്കാരണം കൊണ്ട് നമ്മൾ അദ്ദേഹത്തിന് ഓർക്കുന്നു. അള്ളാഹു മഗ്ഫിറത്ത് കൊടുക്കുന്നു.